അപ്പോൾ ഇന്നാണ് നമ്മൾ ഫൈസറ്റിൻ്റെ ഫസ്റ്റ് ഡേ, അലിഫ് ഡേ ഇന്നാണ്. അപ്പോൾ ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുളിക്കാനും ഡ്രസ്സ് യൂണിഫോം ഇടാനും എല്ലാത്തിനും ഭയങ്കര ഉഷാറായിരുന്നു. സ്കൂളിൽ എത്തുന്നത് വരെ അവൻ്റേതായിട്ടുള്ള പാട്ടും ഡാൻസും ഒക്കെ തന്നെ ഇന്ന് വണ്ടിയിലിരുന്നിട്ട്. കൂടുതൽ എനിക്കാണ്. കാരണം അവൻ എങ്ങനെ ആയിരിക്കും സ്കൂളിൽ ഇരിക്കുക, എല്ലാവരോടും എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു ഇത് ചെയ്യുന്നു എനിക്ക്. കാരണം ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്ത ഒരാളാണ് നമ്മളെ ഫൈസുട്ടി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മളെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഞാൻ LKG തൊട്ട് 10th വരെ പഠിച്ച സ്കൂളാണത്. ഇവിടെ തന്നെയാണ് ഞാൻ ഫൈസൂനെ ചേർത്തിയത്, ഞങ്ങളെ സ്വന്തം ക്രസൻറ്റ് സ്കൂൾ. അപ്പോൾ അവനെ കണ്ടപാട് ഉസ്താദ്മാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിന്ന്. പിന്നെ അവൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരുന്നു. പിന്നെ ഞാൻ അവനെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവനക്ക് അവിടെ ഇരിക്കണ്ട, അവനക്ക് പാർക്കിലേക്ക് പോകണം. അവിടെ പാർക്കുണ്ട്, കുറച്ച് അപ്പുറത്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കണേ ഇല്ല. അവനക്ക് നേരെ അങ്ങോട്ട് പോകാനുള്ള ഇതിലാണ്, അവൻ ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന തിരക്കിലാണ് അവന്. പിന്നെ മിസ്സ് വന്നിട്ട് അവനെ സീറ്റിലേക്ക് കൊണ്ടേ ഇരുത്തി. സീറ്റിലിരുന്നതും ആൾക്ക് എന്തോ പോലെ ആയി, പേടിയും സങ്കടവും. ഇവരെല്ലാവരും കൂടി കരയണ കണ്ടിട്ട് അവനക്ക് ആകെ സങ്കടവും പേടിയും എല്ലാം കൂടി വന്നിട്ട് ചിരി എങ്ങോട്ടോ പോയി. ചിരി പിന്നെ വന്നിട്ടേ ഇല്ല മുഖത്ത് കുറച്ച് നേരത്തിന്. ആൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കും, എൻ്റെ ഉമ്മാനെ തിരിഞ്ഞു നോക്കും. ആരെങ്കിലൊക്കെ കാണുമ്പോൾ അവിടെ ഇരിക്കും, ഇല്ലെങ്കിൽ തിരഞ്ഞിങ്ങനെ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് നീക്കും സീറ്റിൽ നിന്ന്. ഇനി കുട്ടികളെ ആദ്യാക്ഷരം കുറിക്കണ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ഓരോരുത്തരെ വിളിക്കും. 3-4 ഉസ്താദ്മാരുണ്ടായിരുന്നു അവിടെ. അവർ കുട്ടികളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കണ ഒരു ഇതേന്ന്. അങ്ങനെ ഫൈസുവിൻ്റെ പേര് വിളിച്ച് ഫൈസു നേരെ ആദ്യം തന്നെ പോയി പിടിച്ചത് ഇടത്തെ കൈയാണ്. അപ്പോൾ അവർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഉസ്താദ് അവനോട് തന്നെ ചോദിക്കണമുണ്ട് ഏതാണ് കൈ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന് 2 കൈ കൊണ്ടും വരക്കലും എഴുതലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല അവൻ ഏത് കൈയ്യണ്ട എഴുതുകയെന്ന്.
അങ്ങനെ അവന് പിന്നെ ലാസ്റ്റ് ശരിയായി, വലത്തെ കൈ കൊണ്ട് തന്നെ എഴുതി. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ക്ലാസ്സിലേക്കാണ്. ക്ലാസ്സിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിന്ന്. ചുമരും പെയിൻറ്റിങ്ങും പിന്നെ ചാർട്ടിലും എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്ന്. ഫൈസു കുറേ നേരമൊക്കെ അവിടെ അങ്ങനെ ഇരുന്ന്. പിന്നെ അടുത്ത് കുട്ടികളൊക്കെ വരൽ തുടങ്ങിയപ്പോൾ ആളെ ഇതൊക്കെ മാറിയെന്ന്, ആരും എടുത്തിരുത്താത്തൊരു ഇതിലൊക്കെ ആയിരുന്നു. പിന്നെ ക്ലാസ് എത്തിയപ്പോൾ മുതൽ ആൾക്ക് ഭയങ്കര ഡൗട്ടുകളായിരുന്നു. അതെന്താ അങ്ങനെ വെച്ചിക്കണേ, ഇതെന്താ അങ്ങനെ വെച്ചിക്കണേ. കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ, എന്ത് കണ്ടാലും ചോദിച്ച് കാണാണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്നോട് കുറേ ചോദിച്ച്, പോരാത്തതിന് മിസ്സിനോടും ചോദിച്ച്. അങ്ങനെ ആ ഒരു പിന്നെ ഒരു പായസമൊക്കെ കുടിച്ച് എടുത്ത് കുട്ടികൾ വന്നപ്പോൾ പിന്നെ അവരെങ്ങനെ തട്ടി മാറ്റി ആൾ ഇരുന്നിടത്ത് നിന്നും എല്ലാ സീറ്റിലും ഇരുന്നിട്ട് ആൾ ലാസ്റ്റ് സീറ്റിൽ വരെ എത്തി. എല്ലാ സീറ്റിലും ഇരുന്നിട്ടാണ് ആൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ ക്ലാസ്സിൽ എത്തിയിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് പോവും, അവൻ്റെ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പോകുമ്പോൾ മിസ്സിനോട് ചോദിക്കും, മിസ്സേ അമ്മച്ചി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെങ്ങനെ എവിടെന്നെങ്കിലൊക്കെ ഒരു നോട്ടം കാണുമ്പോൾ അമ്മച്ചിനെ ഞാൻ കാണിച്ചു തരാമെന്നൊരു ആക്ഷൻ ഇടും. അങ്ങനെ പിന്നെ ഇന്നെ എവിടെ നിന്നൊക്കെയാണോ കാണുന്നത് അവിടെയൊക്കെ വന്നിരിക്കും. അങ്ങനെ ഫുള്ളി മാറി ഇരിക്കലേന്ന് പണി. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് അവിടെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കുട്ടികൾ നല്ലപോലെ ഇരുന്നാലല്ലേ നല്ല ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ. കുറച്ച് കുട്ടികൾ ഇരിക്കും, പറഞ്ഞ പോലെ തന്നെ കുറേ കുട്ടികൾ ഇരിക്കൂല. അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസും പിന്നെ അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് ലാസ്റ്റ് വീട്ടിലേക്ക് പോവാണ്. ആദ്യം പോയത്
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫൈസൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കുട്ടികളൊക്കെ കാണാനും. പിന്നെ ചില കുട്ടികൾ കരയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അത് ഫസ്റ്റ് ഡേ എന്തായാലും അങ്ങനെ തന്നെ ആവും എന്ന് അറിയുന്നു. ഇനി എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഈ ടീച്ചേഴ്സൊക്കെ അവിടെ ടീച്ചേഴ്സിനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ അതിനേക്കാളും സങ്കടമായി. ഓരോരോ കുട്ടികളെയും മാനേജ് ചെയ്ത് കൊണ്ടുവരണ്ടേ. ഏതായാലും ഫസ്റ്റ് ഡേ അൽഹംദുലില്ലാ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി എന്താവും എന്നറിയില്ല. ഇന്നിപ്പോൾ പാരൻസൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടാവില്ല. ഇനി പാരൻസിന് ഉണ്ടാവില്ലല്ലോ. ഇനി എന്താവും എന്നറിയില്ല. കുട്ടികൾ ഒരു ലെവലിൽ ആവുന്നത് വരെ പാരൻസിനും ടീച്ചേഴ്സിനും ടെൻഷനായിരിക്കും. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. നേരെ പോയത് താത്താൻ്റെ വീട്ടിലേക്കാണ്. താത്താൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ്. അവിടുന്ന് എന്താ പറയുക, ഫൈസൂട്ടി നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് റെസ്റ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് പോയത്.